ലോകത്തിനു മുന്നിൽ വൈവിധ്യമാർന്ന നവീന മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 1996 ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ കേരളം വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഒരു വിപ്ലവകരമായ മാതൃക സൃഷ്ടിച്ചു. അതേ തുടർന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വികസന പരിപാടികൾ ആവിഷ്കരിച്ചു. ഇതോടൊപ്പം പദ്ധതികൾ ക്രോഡീകരിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി പഞ്ചായത്തുകളുടെ കമ്പ്യൂട്ടർവൽക്കരണവും ആരംഭിച്ചു. ഇതിനായി വലിയ തോതിലുള്ള മാനവ വിഭവശേഷി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു പുതിയ കാൽവയ്പായിരുന്ന സീഡിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ ആദ്യ രൂപമായ സ്ലൈഡ് പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. സാങ്കേതിക വിദഗ്ധരായിരുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ സീഡിറ്റിന്റെ രജിസ്ട്രാറായിരുന്ന PV ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അണിനിരന്നു. അതിനുശേഷം ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ഒരു സ്വതന്ത്ര മിഷനായി പ്രവർത്തനം തുടരുകയും ചെയ്തു. സീഡിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്ററി ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന PTDA എന്ന് പറയുന്ന മെത്തഡോളജി ഉപയോഗിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആൾക്കാർ എന്താണ് പഞ്ചായത്തിലെ നിലവിലുള്ള സമ്പ്രദായം, പഞ്ചായത്തിലെ ഭാവി സമ്പ്രദായം എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിച്ചു. അപ്പോൾ ആസീസ് എന്താണ് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനും ടു ബി ഭാവിയിലെ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെ സംവിധാനം എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയായിരുന്നു ഈ 7 വോള്യൂം സിസ്റ്റംസ് ഡോക്യുമെൻറ്റിനകത്ത് ചെയ്തത്. ഇൻഫർമേഷൻ കേരളം മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന പൗരസേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് 10ഓളം സോഫ്റ്റ്വെയറുകൾ വിഭാവനം ചെയ്തു. സേവന, സഞ്ചിത എന്നിവ അവയിൽ ചിലതാണ്. അങ്ങനെ മറ്റു വികസന വകുപ്പുകൾ കമ്പ്യൂട്ടർവൽക്കരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇൻഫർമേഷൻ കേരള മിഷൻ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞു. കാലാനുസൃതമായ ഒരുപാട് മാറ്റങ്ങൾ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ രംഗത്തുണ്ടായിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ K-SMART അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ സമയബന്ധിതമായി തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. IKM വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ, കെട്ടിട നിർമ്മാണ അനുമതികൾ തുടങ്ങി ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് എന്തെല്ലാം സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഇനി ഓൺലൈനായി ലഭ്യമാകും എന്നതാണ്. ഇനി ആരും ഓഫീസുകൾ കയറി ഇറങ്ങി സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല. എല്ലാ സേവനങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. മൊബൈൽ വെബ് ആപ്ലിക്കേഷനും വെബ് പോർട്ടലും ഉപയോഗിച്ച് നേരിട്ട് ഇടപാടുകൾ നടത്താം. ksmart.lsgkerala.gov.in ആണ് K-SMARTന്റെ വെബ്സൈറ്റ്. ഹോം പേജിന്റെ മുകളിൽ ഇടത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാം. ആധാർ കാർഡ് നമ്പർ നൽകിയാൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിൽ OTP കിട്ടും. OTP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡിലെ പേര് തെളിഞ്ഞു വരും. രജിസ്ട്രേഷൻ പൂർണ്ണം. പിന്നാലെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്ന സ്ക്രീൻ തെളിയും. ഒരു വട്ടം കൂടി നമ്പർ അടിച്ചു നൽകണം. വീണ്ടും OTP വെരിഫൈ ചെയ്ത് വാട്സപ്പ് നമ്പറും ഇമെയിൽ ID-യും നൽകിക്കഴിഞ്ഞാൽ K-SMART ഉപയോഗിക്കാം. K-SMART ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന പേരിലാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാകുക. പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ നമ്പർ ഉപയോഗിച്ച് K-SMART ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെയും 35 മൊഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുകയാണ് K-SMART. ആദ്യഘട്ടത്തിൽ 8 മൊഡ്യൂളുകളാണ് K-SMARTൽ അവതരിപ്പിക്കുക. സിവിൽ രജിസ്ട്രേഷൻ അഥവാ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, ബിസിനസ് ഫെസിലിറ്റേഷൻ, വസ്തു നികുതി, യൂസർ മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഫിനാൻസ് മൊഡ്യൂൾ, ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ, പൊതുജന പരാതി പരിഹാരം എന്നിവയാണ് അവ.
കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ സഹായത്തോടെ അപേക്ഷകളും പരാതികളും നൽകാൻ സഹായിക്കുന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും സേവനങ്ങൾ ലഭ്യമാകാൻ തുടങ്ങിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും കെ സ്മാർട്ട് ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നതിനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സംവിധാനമുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ തത്സമയം പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃത റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ IKM ഹെഡ്ക്വാർട്ടേഴ്സിൽ വിന്യസിച്ചിട്ടുണ്ട്. ഫയൽ സെൻട്രിക് ഗവേണൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഒരു ഫയൽ വരും, അടുത്ത കാര്യം പറഞ്ഞാൽ അടുത്ത ഫയൽ വരും. പല ഡിപ്പാർട്ട്മെൻറ്റ്സും പല ഫയൽസും വെച്ചാണ് ചെയ്യുന്നത്. ഇതിനെ ഒരു ഹ്യൂമൻ സെൻട്രിക് ഗവേണൻസ് ആക്കി മാറ്റണമെന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ്റെ ഒരു വിഷൻ. അതിനു വേണ്ടിയാണ് ഈ കെ സ്മാർട്ട് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഒരു GIS ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഇതിൻ്റെ റൂൾ എൻജിൻ കൊണ്ടുവന്നത് ഇൻഫർമേഷൻ കേരള മിഷനാണ്. സോ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായിരിക്കും ഇതിൻ്റെ ഒരു USP എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൊതുജനങ്ങൾക്കായി 9441 65 401 0471 2773 160 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളും 9443 00500 എന്ന വാട്സാപ്പ് നമ്പറും ഓഫീസ് സമയങ്ങളിൽ ലഭ്യമാണ്. ജനുവരിയിൽ ആരംഭിച്ച കെ സ്മാർട്ടിലൂടെ ബുധനാഴ്ച വരെ 71,554 അപേക്ഷകൾ ലഭിച്ചു. ഇതിൽ 33,683 എണ്ണവും തീർപ്പാക്കി. ഇതിൽ 20,166 ഫയലുകളും 24 മണിക്കൂറിനുള്ളിലാണ് തീർപ്പാക്കിയത്. 8.68 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കെ സ്മാർട്ടിലൂടെ നടന്നു. പൊതുജന പങ്കാളിത്തത്തോടെയും സൂക്ഷ്മമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും രൂപീകൃതമായ സംവിധാനമാണ് കെ സ്മാർട്ട്. ഇതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ കേരള മിഷനെ സംബന്ധിച്ചും വലിയ പുതിയ സാധ്യതകൾ തെളിയുകയാണ്. ആ സാധ്യതകൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഗവേണൻസ് സൊല്യൂഷൻസ്, ഗവേണൻസിൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു ഏജൻസി ആയിട്ട് ഇൻഫർമേഷൻ കേരള മിഷന് വളരാൻ കഴിയുകയും അവരുടെ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾക്കും മറ്റു വകുപ്പുകൾക്കും വേണമെങ്കിൽ രാജ്യാന്തര തലത്തിൽ തന്നെ നമുക്ക് ലഭ്യമാക്കുന്നതിനും അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ തെളിയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ ആധുനികവൽക്കരണത്തിലൂടെ ഈ കെ സ്മാർട്ട് പോലെയുള്ള പുതിയ ആപ്ലിക്കേഷനുകൾ അത് ആവിഷ്കരിച്ച് ഡിപ്ലോയ് ചെയ്ത് റോൾ ഔട്ട് ചെയ്ത് നടപ്പാക്കുന്നതിലൂടെ ഒരു പുതിയ മാതൃകയും അതുപോലെ തന്നെ വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ ഇൻഫർമേഷൻ കേരള മിഷന് കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.